ഇന്ന് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പുതിയ ആളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ആള് നമ്മുടെ പുതിയ ടീം മെമ്പറാണ്. ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ആളെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സാധാരണ ഞങ്ങളുടെ ടീമിലേക്ക് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ലീഡ്സ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം അറിയുന്നത് ഞാനായിരിക്കും. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോമും സീറ്റ് ലൊക്കേഷനും അവരുടെ DBSും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഞാനായതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഞാനായിരിക്കും ആദ്യം കോൺടാക്ട് ചെയ്യുക. ഇവൻ ദോ സ്കൂളിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. ശരിക്കും ഈ റോളിൻ്റെ ഒരു അട്രാക്ഷനും എങ്ങനെയാണ്, സ്കൂളിന് വേണ്ടിയും നമ്മൾ കുറേയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, കൗൺസിലിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടാവും, മെയിനായിട്ടും NHSന് വേണ്ടിയിട്ടായിരിക്കും. അതിനൊരു ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ആ എൻറ്റയർ ടീമിലൊരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം ഇനിഷ്യൽ സ്റ്റേജിൽ വിചാരിച്ചിരുന്നത് ഞാനൊരു 4ഓ 5ഓ ബാൻഡോ ആയിരുന്നെന്നാണ്. സത്യത്തിൽ ആ ഒരു ഓഫീസിൽ ഞാനാണ് ആകെയുള്ളൊരു ബാൻഡ് 3. പിന്നെ ഉള്ള എല്ലാവരും തെറാപ്പി അസിസ്റ്റൻറ്റ് തുടങ്ങി ബാൻഡ് 8B വരെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സിസ്റ്റത്തിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ഈ സ്കൂൾ എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഓപ്ഷനായിട്ടാട്ടോ എപ്പോഴും തോന്നാറ്. കാരണം എൻ്റെ ചുറ്റുമുള്ള എല്ലാ കൊലീഗ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. ശരിക്കും അവരെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തായി, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ. ഒരുപാട് സന്തോഷം. ഹാപ്പി ആയിട്ട് മുന്നോട്ട്.